ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്യൂബറസ് റോസ് എന്ന് പറഞ്ഞൊരു ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ കുറേ കാര്യങ്ങൾ, അതായത് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളൊരു ഫ്ലവറാണ്. അതായത് അതിൻ്റെ ലവ്, പ്യൂരിറ്റി, സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ റിമെമ്പറൻസ്, അതുപോലെ തന്നെ മെയിനായിട്ടും പാഷനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിംബോളൈസേഷനാണ് ഈ ഫ്ലവർ തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബൈ. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് റെഡ് ആൻഡ് ഗ്രീൻ ഫിനിക്സ് പേപ്പറാണ്. അതിൻ്റെ ചെറിയൊരു പോർഷൻ എടുക്കുക, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിക്കാണും. ദെൻ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് അവിടെ ഫോം ചെയ്യുക. പെറ്റലിൻ്റെ ഷേപ്പ് ഫോം ചെയ്ത് അത് നിവർത്തി കഴിയുമ്പോഴത്തേനും റൗണ്ടിൽ അല്ലെങ്കിൽ ഒരു സർക്കിളിൽ പെറ്റൽസിൻ്റെ ഷേപ്പ് ഉള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അത് നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് നിവർത്തി കഴിയുമ്പോഴത്തേനും. നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. പിന്നെ ജസ്റ്റ് അടിയിൽ പെറ്റൽസും കൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ മൊത്തത്തിൽ വേണമെന്നില്ല. അപ്പോൾ എന്തോരം പെറ്റൽസ് വേണോ അതിനനുസരിച്ചുള്ള എണ്ണം എടുത്തിട്ട് ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കളയുക. പിന്നെ അതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. പെറ്റൽസ് പല നമ്പറിലും നമുക്ക് വെട്ടാം. ഒന്ന് ഔട്ടർ ലെയറിൽ വയ്ക്കാനും ഒന്ന് ഇന്നർ ലെയറിൽ വയ്ക്കാനും. ഔട്ടർ ലെയറിൽ വയ്ക്കാനുള്ളതാണെങ്കിൽ തന്നെ പെറ്റൽസിൻ്റെ എണ്ണം കൂടുതലായിരിക്കണം. അതുപോലെ ഇന്നർ ലെയർ ആണെങ്കിൽ പെറ്റൽസിൻ്റെ എണ്ണം കുറവായിരിക്കണം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ രണ്ടറ്റവും തമ്മിലൊന്ന് ഗം യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെറ്റൽസൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻസൈഡിൽ വെക്കാനുള്ള ബോൾ റെഡിയാക്കാം. ചെറിയൊരു റെഡ് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഗോൾഡൻ സ്റ്റോക്കിംഗ് വയറോ അല്ലെങ്കിൽ ഫ്ലോറൽ വയറോ യൂസ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ബാക്ക്ഗ്രൗണ്ടിൽ അടുത്ത പെറ്റൽസും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ ഫ്ലവർ റെഡിയായി കാണും. പിന്നെ ഗ്രീൻ കളർ പോർഷൻ അതൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഫുള്ളൊന്ന് കവറപ്പ് ചെയ്യാം. നമ്മുടെ ഫ്ലവർ ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. സാധാരണ ഈ ട്യൂബറസ് റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറാണ് കാണുന്നത്. ഞാനിപ്പോൾ കറക്റ്റ് എൻ്റെ കയ്യിലുള്ളൊരു പേപ്പർ എടുത്ത് ഉണ്ടാക്കി എന്നുള്ളൂ. മെയിനായിട്ട് നമുക്ക് വൈറ്റ് കളറ് ആണ് മെയിനായിട്ട് നമ്മൾ കാണുന്ന ഫ്ലവർ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.